ഹായ് എവ്രി വൺ, ടെക്കോളസിൻ്റെ ഒരു പുതിയ പോഡ്കാസ്റ്റ് സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. റീസെൻ്റ്ലി നമുക്ക് നമ്മുടെ കോഴ്സിനെ പറ്റി ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിൽ നിന്നും. സോ വി ഡിസൈഡഡ് ഒരു പോഡ്കാസ്റ്റ് സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. അപ്പോൾ ആദ്യത്തെ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് കോഴ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ടെക്കോളസ് ടെക്നോളജിയുടെ ഡയറക്ടർ ആയിട്ടുള്ള മിഥുൻ സാറാണ്. സോ വെൽക്കം സർ. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള രണ്ട് മേഖലയാണ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള രണ്ട് കോഴ്സുകളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് ഒരു ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്തൊക്കെയാണ്, അതൊന്ന് ആ ഒരു ഡിഫറൻസ് ഒന്ന് ക്ലിയർ ചെയ്യാവോ? ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ബേസിക്കലി ഡാറ്റ സയൻസ് ആണ് ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സബ് ഏരിയ ആയിട്ട് വരുന്നതാണ് ഡാറ്റ അനലിറ്റിക്സ്. സോ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റ സയൻസ് ആണെങ്കിലും ഡാറ്റ അനലിറ്റിക്സ് ആണെങ്കിലും ഒരു ഹ്യൂജ് ആവണമെന്നില്ല, ഡാറ്റയുടെ മുകളിൽ പെർഫോം ചെയ്യുന്ന ആക്ഷൻസ് ആണ്. സോ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഡാറ്റയുടെ മുകളിൽ പെർഫോം ചെയ്യുന്ന അൽഗോരിതം അല്ലെങ്കിൽ ടെക്നിക്സ് അല്ലെങ്കിൽ സയൻസ്, ഇതൊക്കെയാണ് ശരി ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡാറ്റ സയൻസും ഡാറ്റ അനലിറ്റിക്സും തമ്മിൽ ഡിഫറൻസ് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ അനലിറ്റിക്സ് ആവുന്ന സമയത്ത് നമ്മൾ അനലിറ്റിക്സ് അല്ലെങ്കിൽ അനാലിസിസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ആമസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ, നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യുന്നതാണ് ആമസോൺ. സോ ആമസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട് മൊത്തമായിട്ടുണ്ടെന്നായിരിക്കും ഒരു വർഷത്തെ. സോ ആസ് യു നോ എത്രമാത്രം ഹ്യൂജ് ആയിരിക്കും. സോ അത്രയും ഹ്യൂജ് ഡാറ്റ ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഡാറ്റ മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ അത് അത്രയും മില്യൺസ് ഓഫ് ഡാറ്റ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു വർഷത്തെ. സോ ഈ ഡാറ്റേൻ്റെ അകത്ത് നിന്ന് നമ്മളൊരു ഹ്യൂമന് പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവണമെന്നില്ല. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹ്യൂജ് ഡാറ്റ ഉണ്ടാവും. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ലൈക്ക് ഏറ്റവും കൂടുതൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇന്ന പ്രൊഡക്റ്റ് വാങ്ങിയത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട് അല്ലെങ്കിൽ ടീ ഷർട്ട്, ഇന്ന ആ ഷർട്ട് അല്ലെങ്കിൽ ആ ടീ ഷർട്ട് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയെന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. സോ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റേൻ്റെ അകത്ത് നമുക്കിത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ട് ഈ ഡാറ്റേൻ്റെ മുകളിൽ പെർഫോം ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഡാറ്റ അനാലിസിസ്. അത് ആരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയത്, ഏത് ഏജ് ഗ്രൂപ്പാണ്, ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ സെല് ചെയ്തത്, സെല് ചെയ്ത ആ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ വാങ്ങിയത് മെന്നാണോ വുമൺ ആണോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു കണ്ടാൽ മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡാറ്റ അനലിറ്റിക്സിനെ പറയുന്നത് തന്നെ ഇൻസൈറ്റ്സ്, ഡാറ്റേൻ്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു കിടക്കുന്ന പല ഇൻസൈറ്റ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഡാറ്റ അനലിറ്റിക്സ്. ഡാറ്റ സയൻസിലേക്ക് വരുമ്പോൾ ഈ സെയിം പ്രോസസ്സ് ഉണ്ട്. അതായത് ഇൻസൈറ്റ്സ് കാണുക അല്ലെങ്കിൽ ഡാറ്റ അനലൈസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് കൂടിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡാറ്റ, അതായത് പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി മോർ ഇൻവോൾവ് ആവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതേ പറഞ്ഞ ആമസോൺ വെച്ചിട്ട്, ഈ ആമസോണിൻ്റെ ഡാറ്റ വെച്ചിട്ട് അടുത്ത വർഷം ഏറ്റവും കൂടുതൽ സെല്ലാവാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. സോ ആ പ്രെഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ സയൻസ്. ഡാറ്റ സയൻസിൽ ഈ പറഞ്ഞ പോലെ അനാലിസിസും ഉണ്ട്, ഈ പറഞ്ഞ പോലെ പ്രഡിക്ഷനും ഉണ്ട്. സോ ആ പ്രഡിക്ഷൻ കൂടി ഇൻക്ലൂഡ് ആകുമ്പോഴാണ് അത് ഡാറ്റ സയൻസ് ആവുന്നത്. അപ്പോൾ ആ ഡാറ്റ സയൻസ് പ്രഡിക്ഷനും കൂടി ഇൻവോൾവ് ആകുമ്പോൾ ദർ ഇസ് മൾട്ടിപ്പിൾ ടെക്നോളജീസ്, ദാറ്റ് ഇസ് ഡീപ്പ് ലേണിംഗ്, NLP, അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ഇപ്പം ഡീപ്പ് ലേണിങ്ങിൻ്റെ അകത്ത് തന്നെ ANN, CNN, RNN അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. സോ അതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും. സോ അങ്ങനെയുള്ള ഒരുപാട് എക്സ്ട്രാ കൺസെപ്റ്റുകൾ ഇൻക്ലൂഡ് ആവും. സോ ദാറ്റ്സ് വാട്ട് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ്. റോളിനെ പറ്റി പറയുകയാണെങ്കിൽ, ലൈക്ക് ഇപ്പം ഒരു ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് കൂടുതലും അനാലിസിസ് ജോബായിരിക്കും വരിക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ജോബ് റോൾ ആണെങ്കിൽ പോലും മെയിൻലി ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, ഓപ്പറേഷൻ അനലിസ്റ്റ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് അനലിസ്റ്റ് ആയിട്ടുള്ള ജോലീസാണ് ജോബ്സാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഡാറ്റ സയൻസിലേക്ക് വരുമ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ. ഈ പറയുന്ന എല്ലാ അനലിസ്റ്റിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അവർക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ കൂടുതൽ AI എഞ്ചിനീയർ, ഡാറ്റ സയൻറ്റിസ്റ്റ്, പിന്നെ ബിഗ് ഡാറ്റ എഞ്ചിനീയർ, AI എഞ്ചിനീയർ, അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ജോബ്സും കൂടി ഇവർക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഒരു കമ്പാരിറ്റീവ്ലി ഒരു കുറച്ചുകൂടി വൈഡ് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് ഡാറ്റ സയൻസ് പഠിക്കുന്നവർക്കായിരിക്കും. കാരണം ഇവിടെ അനാലിസിസ് പ്രോസസ്സും ഉണ്ട്, പ്രൊഡിക്ഷൻസും ഉണ്ട്. അതായത് മോഡൽ ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വൈഡ് ഓപ്പണിംഗ് കുറച്ചും കൂടി ഡാറ്റ സയൻസിനുണ്ട്. ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെയിൻലി അനലിസ്റ്റ്
ആ ഒരു അനാലിസിസ് ജോബ് മാത്രമായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സർ, അങ്ങനെയാണെങ്കിൽ ഡാറ്റ സയൻസ് ആണോ ഡാറ്റ അനലിറ്റിക്സ് ആണോ മോർ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഒന്നിന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറയുന്നുണ്ട്, ഒന്നിന് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാവോ? ഏതാണ് മോർ ഡിഫിക്കൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? സോ ഇവിടെ ഓഫ് കോഴ്സ് ഡാറ്റ സയൻസും ഡാറ്റ അനലിറ്റിക്സും കമ്പയർ ചെയ്യുമ്പോൾ ഡാറ്റ സയൻസ് ആയിരിക്കും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് മോർ തിങ്സ് ടു ലേൺ. കാരണം ഡാറ്റ അനലിറ്റിക്സിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കാൻ, അതായത് വി ഹാവ് എ ലോട്ട് ഓഫ് ഡാറ്റ. ഈ ഡാറ്റേനെ നമ്മൾ പല രീതിയിലുള്ള പ്രോസസ്സിങ്, ഡാറ്റ ക്ലീനിങ്, വിഷ്വലൈസേഷൻ, ഇങ്ങനെയുള്ള പലതരം പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ് ടാബ്ലൂ, പിന്നെ പവർ BI, പിന്നെ എക്സൽ, ഈവൻ SQL, ഇങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് പല ഡ്രിവൺ ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് ചെയ്യുന്നത്. പക്ഷേ ഡാറ്റ സയൻസിലേക്ക് വരുമ്പോൾ വി ഹാവ് മോർ. ഓക്കെ, സോ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന പറയും. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആമസോൺ ഡാറ്റേൻ്റെ ബേസിൽ ആമസോണിൽ നെക്സ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ സെല്ലാവുന്ന പ്രൊഡക്റ്റ് ഏത് കാറ്റഗറി ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് IPL ഡാറ്റ വെച്ച് പറയാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10 വർഷത്തെ IPL ഡാറ്റ ഉണ്ടെന്ന് വരിക. ഓക്കെ, ആ 10 വർഷത്തെ IPL ഡാറ്റ വെച്ചിട്ട് നമ്മൾ അടുത്ത വർഷം ഏത് ടീമായിരിക്കും കപ്പടിക്കുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണെന്ന് വരിക. സോ ആ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു AI മോഡൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ സയൻസ് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. AI മോഡൽ എന്ന് പറയേണ്ട, ഒരു ഡാറ്റ സയൻസ് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ആ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയും. കാരണം ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് അതിനെ പഠിപ്പിച്ച മോഡലിനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പ്രഡിക്ഷൻസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ശരിക്കും ഡാറ്റ സയൻസിൽ വരുന്നത്. അതായത് ട്രെയിൻ ആൻഡ് ടെസ്റ്റ്, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ആ മോഡലിനെ ട്രെയിൻ ചെയ്യണം, ആ മോഡലിനെ ട്രെയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യണം, അത് അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ ക്രിയേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ഒരു പ്രോസസ്സുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പഠിക്കാൻ എളുപ്പമാണ്, ഒന്ന് പഠിക്കാൻ അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ബട്ട് ഡാറ്റ സയൻസിലേക്ക് വരുമ്പോൾ മോർ കൺസെപ്റ്റ്സ് ലേൺ ചെയ്യണം. പിന്നെ ഈ മോഡൽ ക്രിയേഷൻ, അതായത് ഈ നേരത്തെ പറഞ്ഞ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഈ പറഞ്ഞ ഡാറ്റ സയൻസിലാണ് കൂടുതൽ വരിക. അപ്പോൾ ഈ ഡാറ്റ സയൻസിലേക്ക് വരുന്ന സമയത്ത് ഈ മോഡൽ ക്രിയേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് 2 പാർട്സ് ഉണ്ട്. ഒന്ന് മോഡൽ ക്രിയേഷൻ ചെയ്യുന്നവരുണ്ട്, അതായത് പുതിയതായിട്ട് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്, അതായത് ഡാറ്റ സയൻസ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നവർ. മോസ്റ്റ് ഓഫ് ദ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽസിനെ എടുത്ത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. മോഡൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് എഫേർട്ട്. നല്ല മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം, മാത്സിൽ നല്ല നോളജ് വേണം. അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത് ലൈക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണോ. സോ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയണമെങ്കിൽ നല്ല മാത്സ് ബാക്ക്ഗ്രൗണ്ട് വേണം, നല്ല നോളജ് ഉണ്ടായിരിക്കണം. പക്ഷേ ഒരു മോഡൽ ജസ്റ്റ് യൂസ് ചെയ്യാനുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് നത്തിങ്, ഒരു ആവറേജ് ബേസിക് നോളജ് ഉള്ളവർക്ക് തന്നെ ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ ഈ മോഡൽ ക്രിയേഷൻ അങ്ങനെയുള്ള ഒരുപാട് വൈഡ് ഏരിയ ഓപ്പൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഏരിയയിലേക്കും പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ടു ലേൺ. അപ്പം മോഡൽ ക്രിയേഷൻ അങ്ങനെയുള്ള ഒരു AI എഞ്ചിനീയർ അങ്ങനെ രീതിയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓൾസോ. നമ്മുടെ നോർമൽ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഉള്ള മോഡൽസ് എടുത്ത് യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിന് അങ്ങനെ വലിയ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ആവശ്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ലേൺ ചെയ്യാം. ബട്ട് ദർ ഇസ് ലോട്ട് മോർ ടു ലേൺ റാദർ ദാൻ ബേസിക് കൺസെപ്റ്റ് അല്ലാതെ ഒരു ഡാറ്റ അനലിറ്റിക്സ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ലേൺ ചെയ്യാനുണ്ട്, ഒരുപാട് അധികം ലേൺ ചെയ്യാനുണ്ട് ഡാറ്റ സയൻസിൽ. ഡിഫിക്കൽട്ടൊന്നും അല്ല, സിമ്പിളാണ് കൺസെപ്റ്റ് ഒക്കെ, ബട്ട് ദർ ഇസ് മോർ. സർ, അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുന്നത് വെച്ചാൽ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഒരു നോൺ ടെക് ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്കും ഇത് പഠിക്കാൻ പറ്റും. അതേപോലെ അതിനുള്ള നോൺ ടെക് ഫീൽഡിൽ വന്ന ഒരാൾക്കുള്ള ജോബ് സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ബേസിക്കലി നമ്മൾ ടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു IT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഒരു BTech കോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു നോർമൽ പേഴ്സണെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു IT എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ IT ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ടോ വരുന്നതാണെങ്കിൽ ഏറ്റവും കൂടിയ സ്റ്റേജിൽ വരാൻ സാധ്യതയുള്ളത് അവർക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊരു നോളജ് ഉണ്ടാവും എന്ന് മാത്രമാണ്. ബാക്കി ഈ പറയുന്ന നമ്മൾ മെഷീൻ ലേണിംഗിലേക്കോ അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗിലേക്കോ അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സിൻ്റെ പലതരം ടൂളിലേക്കോ പോകുന്ന നോളജൊന്നും ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഒരു IT ബാക്ക്ഗ്രൗണ്ട് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല.
കാരണം ഒരു ഡാറ്റ സയൻസ് പഠിക്കാനോ ഡാറ്റ അനലിറ്റിക്സ് പഠിക്കാനോ ഒരു IT ബാക്ക്ഗ്രൗണ്ട് വേണം, IT ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന കൺസെപ്റ്റ് ഇറ്റ്സ് നോട്ട് എന്താ പറയുക കറക്റ്റ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഏതൊരു പേഴ്സണിനും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചിലപ്പോൾ അറിയായിരിക്കും. ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഒരു മാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തനാണ്. പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു മാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് മാസ്റ്റർ ആവാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഒരു മാസം മോർ ദാൻ ഇനഫ്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ ഈ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും ഉള്ളൂ. സോ ഇറ്റ്സ് മോർ അവർ എഫേർട്ട്. നമ്മളത് പഠിക്കാൻ എത്രമാത്രം എഫേർട്ട് ഇടുന്നത് മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ കൺസെപ്റ്റുകളും, അതിപ്പം അനലിറ്റിക്സ് ആയാലും സയൻസ് ആയാലും വരുന്ന എല്ലാ കൺസെപ്റ്റും ഈ പറഞ്ഞ പുതിയ പുതിയ കൺസെപ്റ്റുകളാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് നമുക്കൊരു IT ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യങ്ങൾ കാര്യമൊന്നുമില്ല. ഇതൊന്നും വലിയൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനങ്ങളുമല്ല. നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പ്രോഗ്രാമിംഗ് ഇതിനകത്ത് വരുന്നുമില്ല. ഹാർഡ് പ്രോഗ്രാമിംഗ് ഒന്നും വരുന്നില്ല. ബേസിക് പ്രോഗ്രാമിങ്സ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളൊരു ഡെവലപ്മെൻറ്റ്, ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുന്ന കോംപ്ലക്സ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഓൾമോസ്റ്റ് സിമിലർ സെയിം കോഡ് തന്നെയായിരിക്കും എല്ലാത്തിലും വരിക. അവിടെ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മോഡൽ ഏതാണ്, ആ മോഡലിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട്. അതിൻ്റെ എറർ ഫംഗ്ഷൻ ഏതാണ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏത് മാറ്റം വരുത്തുന്നത്, അത് ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കോഡൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് കോഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. സോ ഇറ്റ്സ് സിമ്പിൾ. സോ ആ ബേസിക് പ്രോഗ്രാമിംഗ് ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, അവർക്ക് പ്രോഗ്രാമിനെ പറ്റി പ്രോഗ്രാമിനെ പറ്റി വലിയ നോളജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രോഗ്രാമിംഗ് പഠിച്ചെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഈ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉള്ളൂ. ബാക്കി ഇറ്റ്സ് സെയിം. സോ എനി വൺ ക്യാൻ ലേൺ. പിന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അതായത് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ അകത്തൊരു ഒരു പ്രോബ്ലം, ഒരു കൺസേൺ ആയിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പം ഡാറ്റ സയൻസ് പഠിച്ചു, ഡാറ്റ അനലിറ്റിക്സ് പഠിക്കാൻ നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും IT ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇറ്റ്സ് നത്തിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്ന ഒരു ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. ബാക്കി ബോത്ത് ആർ സെയിം. ബട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അതായത് ഇൻഡസ്ട്രി ഒരു ജോബിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ, അവിടെയാണ് നമുക്ക് കുറച്ച് കൺസേൺസ് വരുന്നത്. അവിടെയാണ് നമ്മൾ കുറേ IT കമ്പനികൾ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലൊരു ബാരിയർ വെക്കും. ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എനിക്ക് IT ഡിഗ്രി ഉള്ളവരെ മാത്രമേ ഞങ്ങൾ ഹയർ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരും. അവിടെയാണ് ഒരു കൺസേൺ ആയിട്ട് വരുന്നത്. അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 100 കമ്പനി എടുത്താൽ ഒരു 50% കമ്പനീസും ആ രീതിയിൽ ഒരു ബാരിയർ വെക്കുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് മച്ച് നോളജ്. ലൈക്ക് അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ ഐഡിയ കിട്ടിയിട്ടില്ല. മേ ബി അവർ ഫിൽട്ടർ പ്രോസസ്സ് ചെയ്യാനായിരിക്കും. ബട്ട് അതിൻ്റെ ഒരു ആവശ്യകതയില്ല. കാരണം ഏത് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കും ഈ പ്രോഗ്രാമിംഗ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് ഇത് ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലും മാത്രമേ ജോലിയിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ബാരിയർ വെക്കുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ അത് റിയാലിറ്റിയാണ്. ബട്ട് അതർ ദാൻ പഠിച്ചെടുക്കുന്നതിനൊന്നും ദർ ഇസ് നത്തിങ്. ഒരുപാട് പേര് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും ജോബ് കിട്ടാണ്ട് ഒരു അൺഎംപ്ലോയിഡ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, ഈ ഒരു കോഴ്സുകൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അത് ബെനിഫിറ്റ് ആവുന്നത്? അതേപോലെ തന്നെ ഇത് പഠിക്കാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വേണ്ടി വരിക, ഏജ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബേസിക്കലി ഡാറ്റ സയൻസും ഡാറ്റ അനലിറ്റിക്സും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ലേറ്റസ്റ്റ് എന്ന് മാത്രമല്ല, അത് ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഡാറ്റ ഇൻവോൾവ് ആണ്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്നത് വരെ അതിനകത്ത് ഡാറ്റ ഇൻവോൾവ് ആണ്. ഇപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ഫ്രണ്ട് പേജ് പോലെ ആയിരിക്കില്ല കാവ്യയുടെ പേജ് ഉണ്ടാവുക. ഇറ്റ്സ് എൻ്റെ ഡിഫറെൻറ്റ്. ഞാൻ കാണുന്ന വീഡിയോസും ഞാൻ പേജ് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഫോളോ ചെയ്തതിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതൽ സജഷൻസ് വരിക. കാവ്യക്ക് അതിൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവിടെയും ഡാറ്റാസ് ഉണ്ട്. എവ്രിതിങ്. അങ്ങനെ ഫേസ്ബുക്ക് എടുത്താലും അല്ലെങ്കിൽ ആമസോൺ എടുത്താലും ഫ്ലിപ്കാർട്ട് എടുത്താലും ഏത് നമ്മൾ ആപ്പ് എടുക്കുകയാണെങ്കിൽ, ഈവൻ നമ്മളൊരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വരെ അവിടെ നമ്മുടെ ഡാറ്റ സ്റ്റോർ ആവുന്നുണ്ട്. സോ എവ്രി ഡാറ്റ ഇൻവോൾവ്. അപ്പം ഈ ഇത്രയും ഡാറ്റ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഡാറ്റ സയൻസും ഡാറ്റ അനലിറ്റിക്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ. സോ അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റിയും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സോ നമ്മളിന്ന് ഏതൊരു ബിസിനസ് എടുക്കുകയാണെങ്കിലും ഏതൊരു കമ്പനി എടുക്കുകയാണെങ്കിലും അവിടെ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ജോബ് റോൾ അവിടെ ക്രിയേറ്റ് ആവുകയാണ്.
സോ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള അത് ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ആൻസറിൻ്റെ തന്നെയാണ്. ദർ ഇസ് നത്തിങ് ആക്ച്വലി. ഇത് പഠിക്കുന്നതിനോ പഠിച്ച് നമ്മൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിനോ ഈ പറയുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, IT ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ ഏജോ നമ്മുടെ ഒന്നും മാറ്റർ അല്ല. അറ്റ് എനി ടൈം യു ക്യാൻ ലേൺ. കാരണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ആണ്. പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ അതിൽ വരുന്ന എല്ലാ ടെക്നോളജി, ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഡീപ്പ് ലേണിംഗ് ആണെങ്കിലും മെഷീൻ ലേണിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ഉണ്ട്, NumPy, Pandas എന്നൊക്കെ പറഞ്ഞ കുറേ ലൈബ്രറീസ്. ഇതൊക്കെ ആണെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഏതൊരു പേഴ്സണിനും ഏത് ടൈമിലും ഏത് ഏജ് ടൈമിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ കൺസെപ്റ്റ്സ് ആണ്. ബട്ട് ഓൺലി നമ്മളൊരു ജോലി അല്ലെങ്കിൽ ഒരു ജോബ് എൻക്വയർ ചെയ്ത് പോകുമ്പോഴാണ് കുറേ ബാരിയേഴ്സ് വരുന്നത്. IT ബാക്ക്ഗ്രൗണ്ട് വേണം, ഏജ് ലിമിറ്റ് ഇത്രേ പാടുള്ളൂ, അങ്ങനെയൊക്കെ കുറേ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അത് ഓരോ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അവരുടെ ഹയറിംഗ് പ്രോസസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരു 50 കമ്പനി പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്കില്ല് മാത്രം നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. സോ വി ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ കുറേ കമ്പനീസ് ഈ പറഞ്ഞ പോലെ ഇന്ന ബാരിയേഴ്സ് വെക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്, IT ബാക്ക്ഗ്രൗണ്ട് വേണം, എല്ലാ കാര്യങ്ങളും വെക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ദ റിയാലിറ്റി. സോ ഈ ഒരു ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ അനാലിറ്റിക്സ് കോഴ്സുകളുടെ ഒരു ഫ്യൂച്ചർ എന്താണ്? ഇപ്പം ലോങ് ടേം ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ ജസ്റ്റ് വന്നു പോകുന്നുണ്ട്, പിന്നീട് അത് വാല്യൂ ഇല്ലാണ്ടാവുന്നു. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എന്താണ്? IT ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഡെവലപ്മെൻറ്റ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ആപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, വെബ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ പോലെ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഇങ്ങനെ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അത് ചൂസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അത് എത്ര ലോങ് ടേമിലേക്ക് ഉണ്ടാവും ആ ടെക്നോളജി എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോഴാണ് ഈ ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ഡാറ്റ. ഓക്കെ, ഇപ്പം നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് റൺ ചെയ്യുന്നത് മൊത്തം ഡാറ്റേൻ്റെ മുകളിലാണ്. എവറിത്തിങ്, എവറി ഓപ്പറേഷൻ. ഇപ്പം നിങ്ങൾ ഏത് സാധനം എടുത്ത് നോക്കിക്കോ, മൂവി അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഗെയിം, സ്പോർട്സ്, വാട്ടെവർ, ഏത് സാധനം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഡാറ്റ പ്രോസസ്സിംഗ് ഉണ്ടാവും. അതിൻ്റെ കുറേ ഇൻസൈറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുറേ ഡയഗ്രാംസും കുറേ ചാർട്ട്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ വർഷത്തെ ഇത്രത്തോളമാണ്, കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു. സോ എവറി വേർ ദിസ് ഡാറ്റ പ്രോസസ്സിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് അല്ലെങ്കിൽ AI മോഡലിംഗ്, എവറി വേർ ഇറ്റ്സ് ദർ. AI പറ്റി നമുക്ക് പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. എവരിബഡി നോസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വിപ്ലവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് നമ്മുടെ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, എനി ഡിവൈസ്, നമ്മുടെ മൊബൈൽ ആയിക്കോട്ടെ, എവറി വേർ AIയുടെ ഒരു വിപ്ലവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ദ ഡാറ്റ. അപ്പം ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഡാറ്റയുടെ അളവ് കുറയാൻ സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, അല്ലേ? ഒരു കാരണവശാലും ഡാറ്റയുടെ അളവ് കൂടുതലല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ നമ്മളിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സെക്കൻഡിൽ ഓൾമോസ്റ്റ് ഒരു 5 MB ഡാറ്റ ഷെയർ ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളൊന്നും ചെയ്യാണ്ട് ഫോൺ അവിടെ വെച്ചാൽ മതി, ഈവൻ ദോ 5 MB ഡാറ്റ ഷെയർ ആവുന്നുണ്ട് ഒരു സെക്കൻഡിൽ കേട്ടോ. സോ അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ ഇനി ഒരു കാരണവശാലും ഡാറ്റയുടെ അളവ് കുറയാൻ പോകുന്നില്ല. ഡാറ്റ ക്രിയേറ്റ് ആവുന്നതോ ഡാറ്റ ഷെയർ ആവുന്നതോ ഒരു കാരണവശാലും കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഡാറ്റ സയൻസിൻ്റെ ഓപ്പർച്യൂണിറ്റിയും ഒരു കാരണവശാലും കുറയാൻ പോകുന്നില്ല. ഒരു കാരണവശാലും ഒരു ഡൗൺവേർഡ് ഫീലിംഗ് ഇല്ലാത്ത ഒരു ഏരിയ ആണ് ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. മേ ബി ഇപ്പം യൂസ് ചെയ്യുന്ന ടൂൾസ് മാറും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത് ടാബ്ലോ, പവർ BI ഒക്കെ ആണെങ്കിൽ മേ ബി വേറൊരു പുതിയ ടൂൾ വരാം. പക്ഷേ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ടെക്നോളജിക്ക് ഒരു കാരണവശാലും ഒരു ഡൗൺവേർഡ് വരില്ല. സോ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, നോൺ ടെക് ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനും ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 7-8 മാസം കൊണ്ട് ഈ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കോഴ്സ് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? എത്രത്തോളം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും? എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ഓക്കെ, ഇതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഇതിൽ ഉണ്ട്. ബട്ട് ലൈക്ക് ഒന്നുകൂടി പറയാം. ഈ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും തമ്മിൽ ഡിഫറൻസ് മെയിൻലി ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഡിഫറൻസ് ആയിരിക്കും. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞ പോലെ പൈത്തൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പൈത്തൺ ഒരു മാസമാണ് നമ്മളൊരു പൈത്തൺ 1.5 മാസമാണ് മാക്സിമം പൈത്തൺ പഠിക്കാൻ വേണ്ടത്.
ഒരു അത്യാവശ്യം എഫേർട്ട് എടുക്കുന്ന ഒരു പേഴ്സണിന് ഒരു മാസം കൊണ്ട് പൈത്തണിൽ ഒരു മാസ്റ്റർ ആവാൻ പറ്റും. അത്രയും സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഈ നോൺ IT ബാക്ക്ഗ്രൗണ്ടും IT ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഉള്ളൂ. അപ്പം ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ആ ഒരു ടൈം, ഫസ്റ്റത്തെ ഒരു മാസം അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ടൈമിൽ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ തീരെ എഫേർട്ട് എടുക്കാതെ തീരെ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ 7-8 മാസം കൊണ്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ് ആയിരിക്കും. പക്ഷേ ആദ്യത്തെ ഒരു മാസം ഒന്ന് ചെറിയൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറായി കൃത്യമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്ന് പ്രോപ്പറായിട്ട് പഠിച്ചെടുത്താൽ പിന്നെ അങ്ങോട്ട് ബോത്ത് ആ സെയിം. IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും സെയിം ആണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടെക്നോളജിയും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല, സിമ്പിൾ കൺസെപ്റ്റാണ്. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നിങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്ന പോലെയുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഡാറ്റ സയൻസ് ആണെങ്കിലും ഡാറ്റ അനലിറ്റിക്സ് ആണെങ്കിലും. അപ്പോൾ ഓരോ ടെക്നോളജി ഇപ്പം ഫസ്റ്റ് പൈത്തൺ പഠിക്കുന്നു, അതിനുശേഷം പൈത്തൺ ലൈബ്രറീസ് ഉണ്ട്, ലൈക്ക് നേരത്തെ പറഞ്ഞ NumPy Pandas അത് പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് മെഷീൻ ലേണിംഗ് പഠിക്കുന്നു, പിന്നെ ഡീപ്പ് ലേണിംഗ്, NLP, AI. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകാന്നേ ഉള്ളൂ. അപ്പോൾ ഈ 7-8 മാസം കൊണ്ട് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അതിൽ പ്രൊജക്റ്റ് കൂടി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ദേ വിൽ ഹാവ് ദ കംപ്ലീറ്റ് നോളജ്. അപ്പോൾ ഇറ്റ്സ് സിമ്പിൾ. ഓൾമോസ്റ്റ് നമ്മളൊരു ഡെവലപ്മെന്റ് പഠിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഒരു ഡെവലപ്മെന്റ് ടെക്നോളജി ലൈക്ക് മേൺ സ്റ്റാക്ക്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഒക്കെ പഠിക്കുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഭയങ്കര ഒരു എഫേർട്ട് കുറവുള്ളൊരു ടെക്നോളജിയാണ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. അപ്പോൾ 7-8 മാസം കൊണ്ട് നോൺ IT ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇറ്റ്സ് നത്തിങ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു കയറി വരുമ്പോൾ ഒരു നോൺ IT നിന്ന് വരുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. അത് ആ ആദ്യത്തെ ഒരു 1 മന്ത് അവർ ഒരു ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ that's it. സോ പ്രാക്ടീസ് ചെയ്യുക, എഫേർട്ട് എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിന്റെ സ്കോപ്പുകൾ, എങ്ങനെ ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി എല്ലാവരും ക്യൂരിയസ്ഡ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു സാലറി പാക്കേജ് എന്ന് പറയുന്ന ഒരു ആനുവൽ ഇൻകം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ സാർ അതെങ്ങനെയാണ് വരുന്നത്? ആസ് എ ഫ്രഷർ എത്രത്തോളം സാലറി പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം ഒരു പേഴ്സണ്? ഓക്കെ, ഈ സാലറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് എലമെന്റ് ആണ്. അവരെ ഒരു സ്പെസിഫിക് ആൻസർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ സയൻസിന് അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിറ്റിക്സ് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് നിനക്ക് ഇത്ര LPAക്ക് സാലറി കിട്ടുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ദ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി. കമ്പനിയുടെ ഒരു ലെവല്, കമ്പനി ഫ്രഷേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറിയുടെ ലെവല് മേ ബി ഭയങ്കര നല്ല വർക്കുള്ള, നല്ല പ്രൊഡക്ട്സ്, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കമ്പനി ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ അവർ ഫ്രഷേഴ്സിന് സാലറി അത്ര കൊടുക്കുന്നുണ്ടാവില്ല. അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഫ്രഷേഴ്സ് സാലറി ഡിപ്പെൻഡ് ആയിട്ട് ഒരു കമ്പനീനെ നോക്കരുത്. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ദേ ഓൾവേസ് നീഡ് ടു ലുക്ക് ഓൺ ദ കമ്പനി. ആ കമ്പനി എത്രമാത്രം പെർഫെക്റ്റ് ആണ്, ആ കമ്പനി എത്രമാത്രം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ എൻവയോൺമെൻറ്റ് കാര്യങ്ങളാണ് കൂടുതൽ ചെക്കേണ്ടത്. സാലറി എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു 1 ഇയർ ഒരു ഫ്രഷർ ജോയിൻ ചെയ്ത് ഫസ്റ്റ് കയറുന്ന 1 ഇയർ നമ്മൾ സാലറീനെ മോർ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ആ 1 ഇയർ വർക്ക് ചെയ്ത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബി ലൈക്ക് എനിത്തിങ്. ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റിന് അത്യാവശ്യം നല്ല പാക്കേജ് അവൈലബിൾ ആയിട്ടുണ്ട്. മിനിമം ഒരു 15 LPA എബോ അങ്ങോട്ട് എത്ര വേണമെങ്കിലും പോവാം, അതിനൊരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. മിനിമം ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 12 to 15 LPA ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഇല്ല. മേ ബി 50 LPA 60 LPA വരെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി, ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കിൽസ് ഹി ഏൺഡ്, അതൊക്കെ ഡിപ്പെൻഡ്സ് ആണ്. പക്ഷേ ഞാൻ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഏറ്റവും സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ഏരിയ ആണ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. കമ്പാരിറ്റീവ്ലി മറ്റു IT ടെക്നോളജീനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഓൾവേസ് ഐ എം സെയിങ് ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് സാലറി അല്ലെങ്കിൽ പാക്കേജ് കുറവാണെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും നോക്കരുത്. കാരണം ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അത് ആ കമ്പനീനെ നോക്കുക, കമ്പനീൻ്റെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ വർക്ക്സ് കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ സാലറി പാക്കേജ് കുറവാണെന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്യാതിരിക്കരുത്. ഓൾവേസ് ലുക്ക് ഓൺ ദ കമ്പനി. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ നല്ലൊരു പാക്കേജ് കിട്ടിയ കമ്പനി ചിലപ്പോൾ അത്ര നല്ല കമ്പനി ആവണമെന്നില്ല. നമുക്ക് അവിടെ നമ്മുടെ ഗ്രോത്ത് ഭയങ്കര കുറവായിരിക്കും, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഭയങ്കര കുറവായിരിക്കും. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇയർ എപ്പോഴും ഒരു നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും. സോ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡൗട്ട്സോ അല്ലെങ്കിൽ അഡ്മിഷൻസിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു കോഴ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.